നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണാം കേട്ടോ. കിങ് ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ഈ റിലേഷൻ വേണം, ഒരു വാൻസ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അവര് ഇത് കണ്ടോ, ഈ പേഴ്സന്റെ പിറകിൽ ഒരു സിംഹം നിൽക്കുന്നതായിട്ട് കണ്ടോ. അതായത് അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളതാണ്. അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെന്നുള്ളതാണ്. അങ്ങനെ അതായത് ഈ റിലേഷനിൽ അവര് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, അതായത് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന, ഈ റിലേഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കില്ല. അവർ ഈ റിലേഷൻ വേണമെന്ന് തീരുമാനിച്ചാണ് ഈ റിലേഷനിലോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ അത്രയും മൈൻഡ് പവർ ഉള്ള ഒരാളാണ്. എടുത്ത തീരുമാനത്തിലൊരു ചേഞ്ച് വരുത്താതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. 6 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് ഇവിടെ. റിലേഷനിൽ ഇവിടെ ഇഷ്യൂസ് വരുന്നത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതായിരിക്കാം. അതായത് നിങ്ങൾ എഫേർട്ട് ഇടുന്നു, പേഴ്സന്റെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഒന്നുമില്ല. ഇവര് നിങ്ങൾക്ക് ഇപ്പം ഇത് ഞാൻ ഈ ഒരു കാർഡ് പറഞ്ഞപ്പോൾ തന്നെ, അതായത് ഈ ഒരു കിങ് ഓഫ് വാൻസ് എനർജി പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെ വേണ്ട ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് അത്ര ഇഷ്ടം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർ ഈ റിലേഷനിൽ ഇമോഷണലി കണക്റ്റഡ് അല്ല, അല്ലെങ്കിൽ എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു എഫേർട്ട്, ഒരു ഇമോഷണലി ഒരു കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല, ഒരുപാട് എഫേർട്ട് ഇടുന്ന ഒരാളും അല്ല. ഇവിടെ ഈ റിലേഷൻ അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഈ റിലേഷൻ വേണം, അവരിതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, മുന്നോട്ടൊരു ഫ്യൂച്ചർ ഇവർ ഇതിൽ കാണുന്നു. അപ്പം ഇവിടെ നിങ്ങൾ എഫേർട്ട് ഇടുന്നു, ഓക്കെ, റിലേഷൻ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആളായിട്ട് പ്രത്യേകിച്ച് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. ആള് മാറി നിൽക്കുന്നു, ആളുടെ തിരക്കുകളും ആളുടേതായിട്ടുള്ള കാര്യങ്ങളിലും ആള് എൻഗേജ്ഡ് ആവുന്നു. അപ്പൊ നിങ്ങൾ എഫേർട്ട് ഇടുന്നതുകൊണ്ട് ആൾക്ക് പ്രത്യേകിച്ച് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെ എഫേർട്ട് ഇടുന്ന ഒരാളും അല്ല, ആൾക്ക് അവിടെ നിങ്ങളുണ്ട്, നിങ്ങൾ ആളുടെ ആണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നീട് ആ റിലേഷന് വേണ്ടിയിട്ട് അത് മേക്കപ്പ് ചെയ്തെടുക്കണം, അതിലിങ്ങനെ എഫേർട്ട് ഇട്ടാലേ ആ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതിൽ ഞാൻ എഫേർട്ട് ഇടേണ്ട ഒരാളാണ്, ഞാൻ അങ്ങനെ ചെയ്താലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അത് ഫീൽ ആവുള്ളൂ എന്നൊന്നും കരുതുന്ന ഒരാളല്ല. അതിനൊന്നും അത്ര ഒരു പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് അവരതിൽ ഫിക്സ്ഡ് ആണോ, അല്ലെങ്കിൽ അവർ ആ റിലേഷനിൽ കംപ്ലീറ്റഡ് ആയിട്ട് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നിങ്ങളും അതുപോലെ ഉറച്ചു നിൽക്കും എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക്. നിങ്ങൾക്ക് അതുപോലെയുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് വേണം, എന്നാലേ ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ എപ്പോഴെങ്കിലും വന്ന് ഒന്ന് സംസാരിച്ച് പോയാൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയൊന്നും അവർക്കില്ല. അവരുടെ ഒരു ചിന്താഗതിക്ക് അനുസരിച്ച് തന്നെയാണ് നിങ്ങളും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരായിട്ട് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഈ റിലേഷനിൽ ഇടാത്തത്. അവിടെ നിങ്ങളുണ്ട്, ഓക്കെ ആണ്, ഈ റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് ഭയങ്കര പെയിൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ പേഴ്സൺ ഈ റിലേഷനിൽ ഇൻട്രസ്റ്റ് ഇല്ല, ഇവർക്ക് ഈ റിലേഷനിൽ പ്രത്യേകിച്ച് എഫേർട്ട് ഇവർ ഇടുന്നില്ല. അപ്പം ഇവർ ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും മാനസികമായിട്ട് അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന ഇവർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, 2 ഓഫ് വാൻസ് എനർജിയാണ്. നിങ്ങൾ ഈ റിലേഷൻ വേണോ, മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും വയ്യ, എന്നാൽ ഈ പേഴ്സണ് നിങ്ങളോട് ശരിക്കും സ്നേഹമുണ്ടോ, റിലേഷനിൽ ഇവര് എഫേർട്ട് ഇടുന്നില്ല, ഇവര് വേണ്ടത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് ഈ റിലേഷൻ വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടാവാം
എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഇവര് റിലേഷനിൽ എഫേർട്ട് ഇടാത്തത് ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാവാം എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതേക്കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നില്ല, അതിന്റെ റീസൺ അവർക്ക് മറ്റ് കണക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റ് റിലേഷൻസ് അവരുടെ ലൈഫിലുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇമ്പോർട്ടൻസ് തരാത്തത്, എനിക്ക് പ്രയോറിറ്റി തരാത്തത് എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ ടെമ്പറൻസ് കാർഡ് കാണിക്കുന്ന ഒരു ബാലൻസിലോട്ട് ഈ റിലേഷൻ വരും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്കിങ്ങനെ പറ്റില്ല, എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായാലേ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, എത്ര തിരക്കാണെങ്കിലും എനിക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ തരണം എന്ന് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈ റിലേഷനിലൊരു ബാലൻസ് ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യം മനസ്സിലാക്കുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ 2 ഓഫ് കപ്സ് എനർജിയാണ്. ഇതൊരു സോൾ കണക്ഷൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ഇവരെന്നോട് പെരുമാറിയിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഈ റിലേഷൻ എൻഡ് ആക്കാൻ പറ്റാത്തത്, ഇത് വിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരിക്കാം. അതിന്റെ റീസൺ കാണിക്കുന്നത് ഇതൊരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻ ആണ്. രണ്ടുപേരും ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അവരും ഇമോഷണലി അറ്റാച്ച്ഡ് തന്നെയാണ്, പക്ഷെ അവർ ആ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു സോൾ കണക്ഷൻ കൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും നിങ്ങൾക്ക് ഈ റിലേഷൻ വിട്ടുപോകാൻ പറ്റാത്തത്. എന്തായാലും നിങ്ങളുടെ ഇമോഷൻ എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആളോട് തുറന്നു പറയാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പിന്നെ എല്ലാത്തിനേക്കാൾ ഉപരി നിങ്ങളെ കൂടി സ്നേഹിക്കാൻ, പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അതായത് ഞാൻ ഒരുപാട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരുപാട് വാചകടിക്കുന്നു, നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് പറയാത്തതാണ്. അതായത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു ശരീരം, നിങ്ങളുടെ ഈ ഒരു ബോഡി അത് നശിച്ചു പോയാൽ, അതായത് നിങ്ങളിപ്പം ഡെത്തായി പോയാൽ നിങ്ങളിലുള്ള ആ ഒരു ഊർജ്ജം ഉണ്ട്, അതായത് ആ ഒരു സോൾ ഉണ്ട്, ആ സോളിന് മരണമൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അത്രയും പ്യൂരിറ്റി ഉള്ള, അത്രയും എനർജി ഉള്ള, അത്രയും ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത്. ആ ഒരു എനർജിയെ നിങ്ങളൊന്ന് മാനിക്കൂ, ഒന്ന് ബഹുമാനിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു എനർജിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു റെസ്പെക്റ്റ് കൊടുക്കൂ, അല്ലെങ്കിൽ ആ ഒരു എനർജി എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു അഭിമാനെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? അതുപോലും ഇല്ലാതെ, ഒരു ആത്മാഭിമാനം എന്ന് പറയുമല്ലോ, അതുപോലും ഇല്ലാതെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നടക്കാതെ ഈ ഉള്ളിൽ ഇരിക്കുന്ന നിങ്ങളുടെ എനർജിയെ നിങ്ങളൊന്ന് സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും ശ്രമിക്കൂ. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളെ തേടി ഇങ്ങോട്ട് സ്നേഹം വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽസ്, അതായത് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഈ ഏഞ്ചൽസ് ഒക്കെ എവിടെയായിരിക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്. നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ശരിക്കും ആ ഒരു എനർജി ഇരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക നിങ്ങൾ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു തരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എന്തെങ്കിലും ഏഞ്ചൽസ് പറയുന്നതായിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിക്കാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുത്താലാണത് നന്നാവുക, നിങ്ങൾക്ക് ബെറ്റർ ആവുക എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിക്കാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് മെഡിറ്റേഷനൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ്ങിൽ തന്നെ ഈ റിലേഷനിൽ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ്. ഒരു മാറ്റം എന്തായാലും വരും. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മുന്നോട്ട് ഈ റിലേഷൻ നന്നായിട്ട് വരും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇമാജിനേഷൻ കൊണ്ടുവരിക, അതായത് വിഷ്വലൈസേഷൻ കൊണ്ടുവരിക, അങ്ങനെ ചിന്തിക്കുക, ആ ഒരു എനർജി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ, 1989, 1986, 1995, 1987, 1991, ഏപ്രിൽ, ജൂൺ,
രോഹിണി മെയ് 1985, സെപ്റ്റംബർ, ലെറ്റർ സി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.